രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം വാക്യം അവിടെ വായിക്കുന്നുണ്ട്. രൂത്ത് അമ്മയോട് പറയാം, അമ്മ ഞാൻ ആ വയലൊന്ന് പോകട്ടെ, എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് ഞാൻ കതിർ പറക്കട്ടെ. അവൾക്ക് വയലെന്തെന്ന് അറിയത്തില്ല, വയലിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, എന്നോട് ദയ കാണിക്കുന്ന ഒരുവൻ ആ വയലിലുണ്ട്. അവൾ ജനിച്ചത് പാരമ്പര്യത്തിൽ, അന്യ ദൈവങ്ങളെ സേവിച്ചു. ദൈവത്തിന്റെ കൃപ കൊണ്ട് അവളുടെ വിവാഹം കഴിഞ്ഞു. നല്ല യൗവനത്തിൽ അവൾ വിധവയായി മാറി. ഈ സംഭവം അവളെ കൊണ്ടെത്തിച്ചത് ആത്മഹത്യയിലാണോ? അല്ല, അവളെ കൊണ്ടെത്തിച്ചത് ബോബസിന്റെ വീട്ടിലാ. ചില നഷ്ടം വന്നില്ലേ, ചില പരാജയം വന്നില്ലേ, ചില വേദനകൾ വന്നില്ലേ, തകർത്ത് കളയാനല്ല, കർത്താവുമായിട്ട് ക്രിസ്തുവുമായിട്ടൊരു ബന്ധത്തിൽ നമ്മളെ കൊണ്ട് ഉറപ്പിക്കാനാ. നോക്കിക്കേ, വയലിൽ ആരൊക്കെയുണ്ട്? കൊയ്ത്തുകാരുണ്ട്, ബാല്യക്കാരുണ്ട്, ബാല്യക്കാരത്തികളുണ്ട്, വൃത്തിനുണ്ട്, ബോബസുണ്ട്. 5 പേരടങ്ങുന്ന മിനിസ്ട്രിയാ വയൽ. പാടുന്നവരുണ്ട്, പ്രസംഗിക്കുന്നവരുണ്ട്, ആരാധിക്കുന്നവരുണ്ട്, പ്രാർത്ഥിക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ആരൊക്കെ ഉണ്ടെങ്കിലും അവർക്കാർക്കുമില്ലാത്തൊരു ദയ എൻ്റെ കർത്താവിനുണ്ട്. ആ കർത്താവിൽ ആശ്രയിച്ചല്ലേ നമ്മൾ ഇറങ്ങിയത്. അപ്പൻ വീട്ടുകാരോ അമ്മ വീട്ടുകാരോ രക്തബന്ധങ്ങളോ സഹോദരങ്ങളോ മറ്റുള്ളവരോ സഹായിക്കും, സ്നേഹിക്കും, ദയ കാണിക്കും എന്ന് പറഞ്ഞാണ് നമ്മൾ ഇറങ്ങി. അല്ല, അവർക്കാർക്കുമില്ലാത്തൊരു സ്നേഹം, അവർക്കാർക്കുമില്ലാത്തൊരു ദയ നമ്മുടെ കർത്താവിന് നമ്മോടുണ്ട്.